കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം തേർഡ് സെമസ്റ്റർ എക്സാംസ് നവംബർ 25 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ആദ്യത്തെ സബ്ജക്ട് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, എസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് എംകോമിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. എംകോം തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ നമ്മുടെ സബ്ജക്റ്റ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1. ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു പേപ്പർ തന്നെയാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഒരു ബുക്ക് എടുത്ത് ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ പഠിക്കുന്നൊരു രീതി ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ 5 മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. ദെൻ അസസ്മെൻ്റ് ആണ് മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 4 ഇൻകം ടാക്സ് അതോറിറ്റീസ്. മൊഡ്യൂൾ നമ്പർ 5 പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 മൊഡ്യൂൾസിനെ നമുക്കൊരു 15 ചാപ്റ്റേഴ്സ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നില്ല, അതിൽ വളരെ കുറച്ച് കണ്ടൻസ് മാത്രമാണ് ഉള്ളത്. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ്സ് ഇനഫ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 15 ചാപ്റ്റേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ ബേസിക്സും കാര്യങ്ങളും ആ സബ്ജക്റ്റ് മുഴുവൻ നിങ്ങൾക്ക് ആദ്യത്തെ 2 മൊഡ്യൂൾസ് ആയിട്ട് കാണാൻ സാധിക്കും. ബട്ട് ഇതിൻ്റെ പ്രത്യേകത, ടാക്സ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ മൊഡ്യൂൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വരണം. ബട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. ആദ്യത്തെ ഈ പറയുന്ന ബേസിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്, വരാറില്ല എന്ന് തന്നെ പറയാം. ബട്ട് ടാക്സിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ശേഷമുള്ള ഏരിയാസിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സിലബസിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വിക്കായിട്ട് കവർ ചെയ്യേണ്ട ഏരിയാസ് ആണ് ആദ്യത്തെ ഏരിയാസ്. ദെൻ നിങ്ങളുടെ ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് മൊഡ്യൂൾ നമ്പർ 3 അസസ്മെൻറ്റ്. ദെൻ മൊഡ്യൂൾ നമ്പർ 4 and 5 തിയറി ഏരിയാസ് കവർ ചെയ്തിട്ടുള്ള 4 and 5. അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3, 4, 5 ആണ് SI ചാപ്റ്റേഴ്സ്. പാർട്ട് ബിയിൽ വരുന്ന ഏരിയാസ് ഇതൊക്കെ കവർ ചെയ്തിട്ടുള്ള. മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നൊക്കെ നമുക്ക് പാർട്ട് ബി, പാർട്ട് എ ഏരിയാസിലത്തെ ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3ലോട്ട് പോകണമെങ്കിൽ ആദ്യത്തെ ഏരിയാസ് കവർ ചെയ്യണം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും ടാക്സ് ലൈബിലിറ്റി ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കാര്യങ്ങൾ അറിയണം. ബട്ട് ആദ്യത്തെ കാര്യങ്ങൾ ക്വിക്കായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ ഇൻ ടൈമിൽ നമ്മുടെ സബ്ജക്റ്റ് കവർ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3, 4, 5 ഇത് തന്നെയാണ്. മൊഡ്യൂൾ നമ്പർ 3ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാം. ബട്ട് മൊഡ്യൂൾ നമ്പർ 3 പഠിക്കണമെങ്കിൽ ആദ്യത്തെ ഏരിയാസ് കവർ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് പാസ്സാകണമെങ്കിൽ മൊഡ്യൂൾ നമ്പർ 4, 5 ഇത് തിയറി ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത് കുറേയൊക്കെ.
അപ്പോൾ അതിൽ 2 വെയിറ്റേജ് 5 വെയിറ്റേജ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ 3 വെയിറ്റേജ് ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാറി മാറി കിട്ടുന്നതാണ് മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം. അതുകൊണ്ട് തന്നെ ഒന്ന് പാസ്സായി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം ആ തിയറി മൊഡ്യൂൾസ് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ എപ്പോഴും ശ്രമിക്കുക. ബട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മൊഡ്യൂൾ നമ്പർ 2, 3 എസ്പെഷ്യലി 3യിൽ നിന്നാണ്. അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഈ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി ഇതിനൊരു 15 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറ്റുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് 15 ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ നമ്പർ 2 തിയറി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ എന്താണ് കുറേ പോയിന്റ്സ് ആണ്, വെറുതെ അതിൻ്റെ പിന്നാലെ പോരുത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം അതിൽ നിന്നും വരാറില്ല കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ ചാപ്റ്റർ നമ്പർ 2 ഈ 2 ടോപ്പിക്സിൽ നിന്നും അങ്ങനെ കാണാറില്ല. ജസ്റ്റ് തിയറി ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം വെച്ച് പോവാം. അപ്പോൾ തന്നെ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് ഞാൻ പറയുകയാണ്. അതിന് തന്നെ ഇനി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരുപാട് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് എക്സാമിന് വരുന്ന ഏരിയാസ് കുറച്ചുണ്ട്. അതിലോട്ട് പിക്ക് ചെയ്ത് പോവാം. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ ബേസിക്സിലോട്ട് കിടക്കാം. ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂള്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഗ്രിക്ക് ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇതൊന്നും എക്സാമിന് വരാറില്ല. നമുക്ക് എംകോമിന് ഇതൊക്കെ ഡിഗ്രിക്കാർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, പിന്നെ ഈ പറയുന്ന പേഴ്സൺ അസസി, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഡിഗ്രി പിള്ളേർക്കുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് വരവ് കുറവാണ്. അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, അതിനുശേഷം ഈ പറയുന്ന ടാക്സ് പ്ലാനിങ് കാണാൻ സാധിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ തിയറി അത് നോക്കാം. ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ, 2 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് പ്ലാനിങ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ടാക്സ് പ്ലാനിങ്, പ്രിക്വേഷൻസ് ടു ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പ്ലാനിങ്, അങ്ങനെ ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. 2 വെയിറ്റേജിൻ്റെ അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന തിയറി ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും അത് ഡിഗ്രി പിള്ളേർക്കാണ് കണ്ടുവരാറ്. നമുക്ക് വരവ് വളരെ കുറവാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയത്തിൻ്റെ ബേസിൽ നിങ്ങൾ അവസാനം നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇൻസിഡൻസ് ഓഫ് ടാക്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 വർഷം ഒക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യം വന്നാലായി, അങ്ങനെയാണ് കണ്ടുവരാറ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഈ പറഞ്ഞ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഇതൊക്കെ ഡിഗ്രിക്കാർക്കാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതുള്ളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1ൽ നിന്ന്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ചോദ്യങ്ങളാണ് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ആയിട്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് ഓടിച്ച് വേഗം നോക്കിപ്പോവുക. 2 വർഷം കൂടുമ്പോഴൊക്കെ ഒരു ചോദ്യം വന്നാലായി, അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. അതിനുശേഷം എക്സംപ്റ്റഡ് ഓഫ് ഇൻകം ടാക്സിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഏതൊക്കെയാ എന്നുള്ള ചാപ്റ്ററാണ്. കുറേ പോയിന്റ്സ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ 5-6 നോക്കി വയ്ക്കാം. തിയറി ഏതെങ്കിലും വന്നാലായി, വരവ് വളരെ കുറവാണ്. അപ്പോൾ അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇനി നമ്മൾ 5 ഹെഡ്സിലോട്ട് കിടക്കുകയാണ്. ഈ 5 ഹെഡ്സിലെ ഏതെങ്കിലും ഒരു 2 ഹെഡിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം 1-2 ഏതെങ്കിലും 2 ഹെഡിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെയാണ് വരാറ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിസിനസ് ഓഫ് പ്രൊഫഷനും സാലറിയാണ് കൂടുതൽ കണ്ടുവരാറ്. പിന്നെ നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിലും ഒക്കെ ഈ പറയുന്ന 5 ഹെഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊന്ന് ക്വിക്കായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കണം ഈ 5 ഹെഡ്സ്. ഓക്കെ, നമുക്ക് ഡിഗ്രിക്ക് ഇത് ഓരോ ചാപ്റ്റേഴ്സും സെപ്പറേറ്റ് എസ്സേ വരാറുള്ളതാണ്. ബട്ട് ഇത് എംകോം ആയതുകൊണ്ട് തന്നെ അങ്ങനെയല്ല. അതിൻ്റെ ടാക്സ് ലയബിലിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി ആണ്. ഞാൻ പറഞ്ഞു ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഈ പറയുന്ന 3 വെയിറ്റേജിന് വേണമെങ്കിൽ ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കാനുള്ള ഒരു ഫുൾ പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഈ നമ്മൾ പഠിച്ചാൽ മാത്രമേ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനൊക്കെ കാര്യങ്ങൾ ശരിയാവുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇൻകം ഫ്രം സാലറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഡിഗ്രിക്ക് പഠിച്ച പോലെ
ഡിഗ്രിക്ക് HRA കാൽക്കുലേഷൻ, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കാൽക്കുലേഷൻ, ഇതൊക്കെ സെപ്പറേറ്റ് വരാറുണ്ട്. അതുപോലെ ഇവിടെ പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് സാലറിയിലോട്ട് പോവുകയാണെങ്കിൽ സാലറി ബേസിക്സ് ആ ഫോമാറ്റ് മൊത്തം ഒന്ന് മനസ്സിലോട്ട് പോവുക. ബേസിക് സാലറി, അതിൻ്റെ കൂടെ ബോണസ്, കമ്മീഷൻ, അലവൻസസ്, പെർക്യൂസിറ്റ്, ഇതൊക്കെ പഠിച്ചു പോകണം. അതിൽ എസ്പെഷ്യലി HRA ഉണ്ട്. പിന്നെ പെർക്യൂസിറ്റ്സിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ അല്ലേ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ അതിനുശേഷം ഈ പറയുന്ന സ്പെസിഫൈഡ് എംപ്ലോയി ആരാണ്, മോട്ടോർ കാറിൻ്റെ കാൽക്കുലേഷൻ, ഇതൊക്കെ പഠിച്ചു പോവുക. നമുക്കൊരു ഫുൾ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ ഈ പറയുന്ന PF പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, PF തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന ഇൻകം ഫ്രം സാലറി കാണാം. പിന്നെ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16. ഓക്കെ, അപ്പോൾ ഫുൾ പ്രോബ്ലം മാത്രമാണ് നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് ഇൻകം ഫ്രം സാലറിയിൽ നിന്ന്. പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് എൻകാഷ്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീവ് എൻകാഷ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം 3 വെയിറ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ പ്രാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. ഗ്രാറ്റുവിറ്റിക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം, വന്നാൽ വന്നു, വരവില്ല, തീരെ കുറവാണ്. യൂഷ്വലി ഇൻകം ഫ്രം സാലറിയുടെ ഒരു പ്രോബ്ലമാണ് നമ്മൾ കൂടുതൽ 3 വെയിറ്റേജിൻ്റെ ഒരു ഫുൾ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ടാക്സ് ലൈബിലിറ്റി കാണാനും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് നിർബന്ധമായും അറിയണം ഈ പറയുന്ന ഇൻകം ഫ്രം സാലറിയുടെ കാര്യങ്ങളൊക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ഹെഡ്. നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. സെപ്പറേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചോദിക്കാറില്ല, കണ്ടുവരാറില്ല. യൂഷ്വലി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി കാണുമ്പോൾ അസസ്മെൻറ്റിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഹെഡ് അറിഞ്ഞിരിക്കണം. അതല്ലാണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ അതിൻ്റെ എന്താണ് സെപ്പറേറ്റ് ഈ പറയുന്ന ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്നും ഇതിൽ നിന്ന് വരവ് കുറവാണ്. ഇനി ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ എഴുതാം, അത്ര തന്നെ. യൂഷ്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം. ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഒരു ഫുൾ പ്രോബ്ലം വരാണെങ്കിൽ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ നിർബന്ധമായും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സാധാരണ ആ ഫോമാറ്റ് മൊത്തത്തിൽ ഒന്ന് പഠിക്കുക. MRV ഓർ FRV വിച്ച് സർവീസ് ഹയർ, ആ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടാൻ. ദെൻ സ്റ്റാൻഡേർഡ് റെൻറ്റ് കൂടെ കമ്പയർ ചെയ്യണു, എക്സ്പെക്ട് റെൻറ്റ് കിട്ടുന്നു, എക്സ്പെക്ട് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ, നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി, ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യണു അല്ലേ. നമുക്ക് 24 ആണ് ഡിഡക്ഷൻ വരുന്നത്. 30% ഓഫ് ആനുവൽ വാല്യൂ, പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് ഓൺ ലോണും അരിയർ ഇൻട്രസ്റ്റിൻ്റെ 1/5 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ സെൽഫ് ഓക്യുപ്പൈഡ് വരുമ്പോൾ എന്താണ്, അങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ട്, അതൊക്കെ നോക്കി പോകുക. അപ്പോൾ 3 വെയിറ്റേജിൽ എങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അത് നമുക്ക് ഭാഗ്യം, അതല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലാണ് നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് PGBP ആണ്. PGBP പലപ്പോഴും ഞാൻ പറഞ്ഞു SAക്ക് ഇൻകം ഫ്രം ബിസിനസ്സോ അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്. ദെൻ വേണമെങ്കിൽ 3 വെയിറ്റേജിനായാലും ചോദിക്കാം. അപ്പോൾ അതിന് ആ ഫോമാറ്റ് കറക്റ്റായിട്ട് പഠിക്കുക. P&L അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് നമുക്ക് ഡിസലൗഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ആ ഫോമാറ്റ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാൻ വളരെ ഒരു 4-5 പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷൻ്റെയും ഈ പറയുന്ന ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രൊഫഷൻ. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ്സോ പ്രൊഫഷനോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ SAക്ക് വരാറുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഹെഡ് തന്നെയാണിത്. കഴിഞ്ഞ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നോക്കി പോവുക, കാരണം ഈ ഹെഡ്സ് എന്തായാലും കവർ ചെയ്യണം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ നമുക്ക് ആവശ്യം വരും. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു ബിസിനസ്, പ്രൊഫഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം SAക്ക് പരിഗണിക്കാറുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒന്നും ഇതിൽ നിന്ന് വരാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം വേണമെങ്കിൽ SC ആയിട്ടോ 3 വെയിറ്റേജിലായിട്ടോ ഇൻകം ഫ്രം ബിസിനസ്സോ പ്രൊഫഷനോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് വരാം. പിന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലേക്ക് ഇതിൻ്റെ ആവശ്യം എന്തായാലും വേണ്ടതായിട്ട് വരും. ദാറ്റ്സ് ഓൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ചോദ്യങ്ങളൊന്നും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. SAക്ക് പ്രതീക്ഷിക്കുന്നു, 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, ഡിഗ്രിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ചെറിയ ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനും ഈ പറയുന്ന പോലെ തന്നെ
ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലേക്ക് ഉള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്, CII, ഇതൊക്കെ തിയറി നോക്കാം. പിന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കി വയ്ക്കുക, അത്ര തന്നെ. ഷോർട്ട് മാർക്കിൻ്റെ ഈ ഏതെങ്കിലും 5 ഹെഡിലത്തെ 2 ഹെഡിലത്തെ 5 ഹെഡിൽ നിന്ന് ഏതെങ്കിലും 2 ഹെഡിലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് 3 വെയിറ്റേജിൽ വരാറ്. അതിപ്പോൾ സാലറിയും PGBP ആണ് കൂടുതൽ വരാറ്. മാറ്റി പിടിക്കുകയാണെങ്കിൽ മാത്രം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, 2 വെയിറ്റേജിൽ ട്രാൻസ്ഫർ എന്താണ്, അങ്ങനെയുള്ള ചെറിയ കുഞ്ഞ് തിയറീസൊക്കെ നോക്കിക്കോളൂ. ആ കുഞ്ഞ് തിയറിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഡിഡക്ഷൻസ് ഉണ്ട് ക്യാപിറ്റൽ ഗെയിൻ്റെ 54 പ്രകാരമൊക്കെ ഉള്ളത്, അത് നോക്കി വയ്ക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും ഡിഡക്ഷൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സബ്ജക്റ്റിൽ ഉണ്ടെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലോട്ട് പോകുമ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പാർട്ട് മാത്രമായിട്ട് ഇത് ഒതുങ്ങിപ്പോവും. നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ കുറേ സമയം അവിടെ വേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ലെങ്തി ആണ്. 5 ഹെഡ്സ് ഒക്കെ ഡിഗ്രിക്ക് കുറേ പഠിക്കാനുണ്ടെങ്കിലും ഇവിടെ അതിനെ ക്വിക്കായിട്ട് കവർ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ബിക്കോസ് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത്. ക്വിക്കായിട്ട് പഠിച്ച് അവസാനിപ്പിക്കണം. ദെൻ അതർ സോഴ്സ് ആണ്. അതർ സോഴ്സിനൊന്നും അധികം സമയം മെനക്കെടുത്തരുത്. അതിൻ്റെ ഒരു ഫുൾ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങളിലോട്ട് മാത്രം പോവുക. ഡീംഡ് ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന ക്യാഷ് ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ, ഗിഫ്റ്റിൻ്റെ, പിന്നെ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്, അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. പിന്നെ TDS, അതൊക്കെ നമുക്കിനി വരും ഏരിയാസിൽ നോക്കാം. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്, നമുക്ക് ഷോർട്ട് മാർക്കിൻ്റെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പ്രോബ്ലംസ് ഒരു 3-4 എണ്ണമൊക്കെ നിങ്ങൾ കൂടുതൽ വരുന്ന ഒരു ഫുൾ പ്രോബ്ലംസ് ഒരു 4-5 എണ്ണമൊക്കെ പ്രിപ്പയർ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് പോവുക. അങ്ങനെ മാത്രം വളരെ കുറച്ച് സമയം മാത്രമേ ഇൻകം ഫ്രം അതർ സോഴ്സിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് ഡെപ്തിലോട്ട് പോയി സമയം കളയരുത്. വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 3 വെയിറ്റേജിൽ ഒരു പ്രോബ്ലം വന്നാലായി. കട്ട് വരൽ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആദ്യത്തെ 4 ഹെഡ്സിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ഹെഡ്സ് ഡിഗ്രിക്ക് ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്നതാണ്. ഇവിടെ നമുക്കിതൊക്കെ അറിയണം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ബട്ട് അത് ക്വിക്കായിട്ട് കവർ ചെയ്താൽ മാത്രമേ നമ്മുടെ മെയിൻ ഏരിയാസിലേക്ക് നമുക്ക് ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ നെക്സ്റ്റ്. അപ്പോൾ 5 ഹെഡ്സ് ഇപ്പോൾ കഴിഞ്ഞു. 5 ഹെഡ്സിൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും 2 ഹെഡിൽ നിന്ന് 3 വെയിറ്റേജിൽ 2 ചോദ്യങ്ങൾ വരും. പിന്നെ ഒരു essay കൂടുതൽ PGBP ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടുവരാറ്. 4 essayയിൽ 3 പ്രോബ്ലം, ഒരു തിയറിയാണ് വരാറ്. ഓക്കെ, സോ നമ്മളിനി മെയിൻ ഏരിയാസിലോട്ട് കിടക്കുകയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഏരിയാസിലോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നു ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം 3 വെയിറ്റേജിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം വരാറുണ്ട് 3 വെയിറ്റേജിൽ. essayക്ക് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ഒരു പ്രോബ്ലം വരാറുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം അതിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അഗ്രഗേഷൻ ഓഫ് ഇൻകം, പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അഗ്രഗേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ക്ലബിങ്, സോ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുക. പിന്നെ നമുക്ക് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ഇതൊക്കെ കവർ ചെയ്യുക. ദെൻ അതിനുശേഷം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ കാര്യങ്ങളാണ്. അത് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നമ്പർ 9 ഉണ്ട്. അതിലൊക്കെ ഒന്നും വെറുതെ നേരം കളയരുത്. നമ്മൾ മെയിനായിട്ട് ഇനി അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ്. അതിൽ ഇൻഡിവിജ്വലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ അതിലാദ്യം തന്നെ സ്ലാബ് കാണാൻ സാധിക്കും. സ്ലാബ് കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയൊക്കെ സെയിം തന്നെയാണ്, വരെ മാറ്റങ്ങളൊന്നുമില്ല കാര്യമായിട്ട്. ഇപ്രാവശ്യം ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസൊക്കെ അടുത്ത പ്രാവശ്യത്തെ കുട്ടികൾക്കാണ് ആപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അസസ്മെൻറ്റ് ഒരു പ്രോബ്ലം essayക്കും അത് തന്നെ 3 വെയിറ്റേജിനും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൈന്യൂട്ടല്ല, ഫുൾ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് AMT സെക്ഷൻ 115JC
നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. അതിൽ നിന്ന് AMT എന്താണ് 2 വെയിറ്റേജിൻ്റെ ചോദ്യം അതുപോലെ തന്നെ പ്രോബ്ലംസിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ വലിയ ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ പ്രോബ്ലംസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ച് പോയി ഫുൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് എക്സാമിന് പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞ ടാക്സിൻ്റെ പ്രത്യേകത എന്താ, ലെങ്തിയാണ്. ഒരുപാട് പഠിച്ചതിന് ശേഷം ഏറ്റവും അവസാനം വരുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് എക്സാമിന് കൂടുതൽ വരുന്നത്. എന്ത്, ടാക്സ് ലയബിലിറ്റിയും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ കാര്യങ്ങൾ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലംസിൻ്റെ മെയിൻ ഏരിയ. അപ്പോൾ പ്രോബ്ലംസിൻ്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, 5 ഹെഡ്സ്, പിന്നെ ഡിഡക്ഷൻസ്, ഈ പറയുന്ന ക്ലബിങ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്, ഇതൊക്കെ കഴിഞ്ഞ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. അപ്പോൾ പിന്നെ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ SAക്ക് വരുന്നത് ഒരെണ്ണം ടാക്സ് ലയബിലിറ്റി മസ്റ്റ്, പിന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വരാം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റിയും 3 വെയിറ്റേജിന് സെപ്പറേറ്റ് പ്രോബ്ലം വരാം. പിന്നെ പ്രോബ്ലം വരുന്നത് ഞാൻ പറഞ്ഞു 5 ഹെഡ്സിൽ ഏതെങ്കിലും 2 ഹെഡിൽ നിന്ന് 2 പ്രോബ്ലംസ്. AMT എല്ലാ പേപ്പറിലും മാറി മാറി വരാറുണ്ട്. അപ്പോൾ AMTക്ക് ഇമ്പോർട്ടൻസ് എന്തെങ്കിലും കൊടുത്തിരിക്കണം. ഇതൊക്കെയാണ് പ്രോബ്ലംസ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കണ്ടുവരാറ്. ഓക്കെ, ഇനി വരുന്നതൊക്കെ തിയറി ഏരിയാസ് ആണ് കൂടുതൽ. അതിൽ നിന്നും ചോദ്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇതിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് ചാപ്റ്റർ നമ്പർ 11. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് 2 വെയിറ്റേജ് തിയറി ചോദ്യങ്ങൾ, 3 വെയിറ്റേജ്, അതുപോലെ തന്നെ essay 3 പാർട്ടിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. സോ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്താണ്, അതിൽ CBDT ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. എന്താണ് CBDT, അതിൻ്റെ പവേഴ്സ്, ഇതൊക്കെ ഇതിലുള്ള തിയറി ഞാൻ പറയണ ഒക്കെ നോക്കിക്കോളൂ. പവേഴ്സ് ഓഫ് CBDT വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. 2 വെയിറ്റേജിൻ്റെ ചോദിക്കാം. അതുപോലെ തന്നെ CBDTനെ പറ്റിയിട്ട് മാത്രം. പിന്നെ പവേഴ്സ് ഓഫ് CBDT ഇതൊക്കെ 3 വെയിറ്റേജും ചിലപ്പോൾ SAക്കും ചോദിക്കാം. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ചാപ്റ്റർ നമ്പർ 11. ചാപ്റ്റർ നമ്പർ 12 അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. എന്താണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് തിയറി നോക്കിയിരിക്കണം. 2 വെയിറ്റേജ്. അസസി ഇൻ ഡിഫോൾട്ട് എന്താണ്, സെപ്പറേറ്റ് 2 വെയിറ്റേജിൻ്റെ തിയറി. അതിലുള്ള പ്രോബ്ലംസ് ഒന്നും അങ്ങനെ കണ്ടുവരാറില്ല. തിയറി റീഫണ്ട് ഓഫ് ടാക്സ് എന്താണ്, 2 വെയിറ്റേജ് തിയറി. ദെൻ ചാപ്റ്റർ നമ്പർ 13 അഗെയിൻ അവിടെ തിയറിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, TDS എന്താണ്, അതിൻ്റെ തിയറി കാര്യങ്ങൾ നോക്കുക. പിന്നെ TDSൻ്റെ തിയറി, TDS എന്താണെന്നുള്ളൊരു കാര്യം തന്നെയാണ് കൂടുതൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും കണ്ടുവരാറില്ല. റിക്കവറി ഓഫ് ടാക്സ് എന്താണ്, തിയറി നോക്കാം. ഓക്കെ, TDS TCS അതിൻ്റെ തിയറി നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 14 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെൻറ്റ്. സോ ഇവിടെ നമ്മൾ തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ നമുക്ക് ഈ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. 2 വെയിറ്റേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഫയലിംഗ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. ദെൻ അത് ITR എങ്ങനെയാണ് ഫയൽ ചെയ്യുക തിയറി പ്രതീക്ഷിക്കുന്നുണ്ട്. ചാപ്റ്റർ നമ്പർ 14 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 15 അഗെയിൻ തിയറി ഒരുപാട് വരാറുള്ളതാണ്. 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളിൽ 1-2 ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. essay ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 3 വെയിറ്റേജ് ചോദ്യം ചോദിക്കാറുണ്ട്. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്, അതിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, റിട്ടേൺ ഓഫ് ഇൻകം എന്താണ്, ബെനഫിറ്റ്സ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ തിയറി നോക്കണം. ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് തിയറി ചോദ്യം. ദെൻ റിട്ടേൺ ഓഫ് ലോസ് എന്താണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ബിലേറ്റഡ് റിട്ടേൺ എന്താണ്, സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. റിവൈസ്ഡ് റിട്ടേൺ, ആ റിട്ടേണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എല്ലാതും കവർ ചെയ്തിരിക്കണം. 2 വെയിറ്റേജ് ചോദിക്കാം, സെപ്പറേറ്റ് 3 വെയിറ്റേജിൻ്റെ തിയറി ആയിട്ടും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അതിനുശേഷം നമുക്കിതിൽ ഉള്ളത് മാൻഡേറ്ററി ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ, അതൊക്കെ നോക്കാം. പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ പാൻ എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം. പിന്നെ പാൻ മാൻഡേറ്ററി ആണോ അതിനെപ്പറ്റിയുള്ള കാര്യം. അതിനുശേഷം ലാസ്റ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റിനെ പറ്റിയുള്ള തിയറി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. അസസ്മെൻ്റ് എന്താണ് നിർബന്ധമായും പഠിക്കുക. അസസ്മെൻറ്റ് പ്രൊസീജിയർ. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് തിയറി. 2 വെയിറ്റേജിൻ്റെ ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. 3 വെയിറ്റേജിൻ്റെയിലും 5 വെയിറ്റേജിൻ്റെയിലും തിയറി SAQ ആയിട്ട് വരാറുള്ളതാണ്. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്,
അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് റിട്ടേൺ, ഫേസ്ലെസ് അസസ്മെൻറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ തിയറി ആയിട്ട് വരാറുള്ളതാണ്. ഒരു 5-6 ഉണ്ട്. അതൊക്കെ മൊത്തത്തിൽ നോക്കുക. ഇതൊരു എസ് ആയിട്ടും ചോദിക്കാം, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ തിയറി, അസസ്മെൻറ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരാനാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 മൊഡ്യൂളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാസ് മാർക്കിലോട്ട് ആദ്യം തന്നെ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞു തിയറി ഏരിയാസ് ഒന്ന് ആദ്യം തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെച്ചിരിക്കണം, നമ്മുടെ കച്ചിത്തുരുമ്പായിട്ട് മാറി മാറി ഇടാറുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ചാപ്റ്റർ നമ്പർ 11, അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 15 പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് അസസ്മെൻറ്റ്, ടാക്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ 2-3 ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ചെറിയ ചെറിയ തിയറി ചാപ്റ്റേഴ്സാണ്. അതിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, ചിലപ്പോൾ 5 വെയിറ്റേജിൻ്റെ ഒരു എസ്സേ, ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് പോകാൻ സാധിക്കും ഈ 2-3 ചെറിയ തിയറി ചാപ്റ്റേഴ്സ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ. ആദ്യം അത് പഠിച്ച് അവസാനിപ്പിച്ചു വെച്ചോ. ഓക്കെ, ദെൻ പിന്നെ ഞാൻ പറഞ്ഞു ചങ്കായിട്ട് പ്രോബ്ലംസ് വരുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ നമ്പർ 8, ചാപ്റ്റർ നമ്പർ 10. ബട്ട് ഇതിലോട്ട് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 5 ഹെഡ്സ് പഠിച്ചിരിക്കണം. 5 ഹെഡ്സ്, 5 ഹെഡ്സ് പഠിച്ചാൽ അതിൽ 2 ഹെഡ്സിൽ നിന്നാണ് സാധാരണ 3 വെയിറ്റേജിൻ്റെ എസ് ആയിട്ടും 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ വരാറ്. ചിലപ്പോൾ ഇൻകം ഫ്രം സാലറിയോ അല്ലെങ്കിൽ PGBP SAക്ക് വരാറുള്ളതാണ്. ഇൻകം ഫ്രം ബിസിനസ്സോ അതുപോലെ തന്നെ പ്രൊഫഷനോ, വേണമെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഈ 5 ഹെഡിൽ കൂടുതൽ വരാറ് ഫസ്റ്റ് 4 ഹെഡാണ്, അതർ സോഴ്സ് മാറ്റി നിർത്തിയാൽ. അപ്പോൾ ഏതെങ്കിലും 2 ഹെഡ്സിൽ നിന്നൊരു ചോദ്യം, ഒരു 2 ചോദ്യം പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. പിന്നെ SAക്ക് 5 ഹെഡ്സിലെ PGBP ആണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് വയ്ക്കാറ്, ഏതെങ്കിലും ഒരെണ്ണം. ഇങ്ങനെയാണ് പ്രോബ്ലംസ് വരാറ്. ദെൻ പിന്നെ പറയാനുള്ളത് ഈ പറയണ ആദ്യത്തെ ഏരിയാസിൽ നിന്ന് വരവ് വളരെ കുറവാണ്. അപ്പോൾ ബട്ട് ടാക്സ് അറിയണമെങ്കിൽ ആദ്യത്തെ ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകണം. ബട്ട് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ പഠിക്കുമ്പോൾ ഒന്നും കഴിയാത്തവർ എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞ തിയറി പോർഷൻസ് കവർ ചെയ്ത് സെറ്റപ്പ് ആക്കി വയ്ക്കുക. പിന്നെ പ്രോബ്ലംസിൻ്റെ ഏരിയാസിലോട്ട് പോകുമ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും AMT ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും ടാക്സ് ലൈബിലിറ്റിയുടെ പ്രോബ്ലംസ് ആണ് കൂടുതൽ വരുന്നത്. അതിലോട്ട് പോകണമെങ്കിൽ 5 ഹെഡ്സ് കവർ ചെയ്യണം. ഓക്കെ, സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുവന്നിട്ടുള്ള. ഒരുപാട് പഠിച്ച് അവസാനിപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പഠിച്ചാലും വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കുറച്ച് ഏരിയാസിൽ നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ്? പ്രോബ്ലംസ് ആണെങ്കിൽ ടോട്ടൽ ഇൻകം, ടാക്സ് ലൈബിലിറ്റി, തിയറി ആണെങ്കിൽ ലാസ്റ്റ് ഏരിയാസ്. ഇതിൽ നിന്നാണ് ഒരു 65% മാർക്സ് വരുന്നത്. 65 തൊട്ട് ഒരു 70%. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ഇതിലോട്ട് പ്രോബ്ലംസിൻ്റെ കേസിൽ പോവുകയാണെങ്കിൽ അതിലോട്ട് എത്രയെങ്കിലും നമ്മുടെ 5 ഹെഡ്സ് കഴിഞ്ഞാലേ കാര്യമുള്ളൂ. ബട്ട് ആ 5 ഹെഡ്സ് മൊത്തം പഠിച്ചാൽ അത് ഡെപ്തിൽ വരൂ ഇല്ല. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ 5 ഹെഡ്സ് വരാമെന്ന് പറയുമ്പോൾ ഓരോന്നും കുറച്ച് ലെയറുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഞാൻ മൈന്യൂട്ടായിട്ട് ഓരോ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയും കേട്ടോ. സോ ഇതാണ് ഇൻകം ടാക്സ് സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ള. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസ് ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പഠിക്കേണ്ട ഒരു രീതിയും കാര്യങ്ങളൊക്കെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. പിന്നെ വേറെ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് ടാക്സിലൊന്നും വന്നിട്ടില്ല. കുട്ടികളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ ഇപ്രാവശ്യം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ല എന്നുള്ളത്. അതൊക്കെ അടുത്ത പ്രാവശ്യത്തെ കുട്ടികൾക്കാണ് ആപ്ലിക്കബിൾ ആവുക. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ പഠിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഡെക്സേഷൻ ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം ഇൻഡെക്സേഷൻ വരുമ്പോൾ ആ ഇൻഡെക്സേഷനിൽ മാത്രം വ്യത്യാസമുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ഇൻഡെക്സേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ അസസ്മെൻറ്റ് ഇയറിൻ്റെ കേസിലൊക്കെ പോകുമ്പോൾ ഇപ്രാവശ്യം 2024-25, അതല്ലാണ്ട് വേറെ റൂൾസിലോ മറ്റു കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അതാണ് പറയാനുള്ളത് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ലൈവ് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യുമ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസിൻ്റെ റെക്കോർഡ് കിട്ടും. ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആക്സസ് ചെയ്യാനും സാധിക്കും. ഓക്കെ,
സോ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.